Hello guys, welcome back. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ടോയ് അൺബോക്സിംഗ് ചെയ്യാൻ പോവുകയാണ്. ഡാഷിന്റെ മാജിക് കാർ ആണ് നമ്മുടെ കൈവശമുള്ളത്. അപ്പോൾ ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ മികച്ച ഒരു ടോയ് ആണിത്. ഇന്നിപ്പോൾ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ടോയ് കൂടെയാണ്. ഏകദേശം 3980 രൂപയാണ് ഇതിൽ പ്രിന്റ് ചെയ്ത് വരുന്ന പ്രൈസ്. പക്ഷേ ഇത് നമുക്ക് ഏകദേശം 2200-2000 രൂപയ്ക്ക് നമുക്കിത് വാങ്ങിക്കാനായിട്ട് സാധിക്കും. ഓൺലൈനായിട്ടും വാങ്ങിക്കാം, ഓഫ്ലൈനായിട്ട് നമുക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ഈ ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ പോവുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കുന്നതിന് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ മികച്ച ഒരു ടോയ് ആണിത്. പിന്നെ ഇതിൽ വെയിറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു എന്താ പറയുക, ഒരു വയസ്സ് മുതലെന്ന് പറയുന്നുണ്ടെങ്കിലും ഒരു 12-15 വയസ്സ് വരെയൊക്കെ കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാം. കാരണം ഇതിന് ഒരു വെയിറ്റ് മാക്സിമം ഇത് അക്കോമഡേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു ടോയ് നമ്മുടെ കൈവശം കിട്ടിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ മുന്നിൽ ഈ ഒരു ടോയ് ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ടോയ് ഒന്ന് അസംബിൾ ചെയ്യുകയാണ്. ഇതിൽ വന്നിട്ടുള്ള മെയിൻ പാർട്ട് എന്ന് പറയുന്നത് ഇതാണ്, ഇതിൻ്റെ മെയിൻ പാർട്ട്. അപ്പോൾ ഈ ഒരു ടോയ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. ഏകദേശം 2200 രൂപയോളം ഞാനിതിൽ പേ ചെയ്തിട്ടുണ്ട്. 2100 രൂപയാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ അസംബ്ലിങ് വളരെ പെട്ടെന്നൊന്ന് ചെയ്യാം. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇത് ഓൺലൈനായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അസംബ്ലിങ് അറിഞ്ഞിരിക്കണം. ഇനി നിങ്ങൾ ഷോപ്പിൽ നിന്നാണ് വാങ്ങിക്കുന്നതെങ്കിൽ ഇത് കംപ്ലീറ്റ് അസംബിൾഡ് ആയിട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ് ആണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് വളരെ പെട്ടെന്ന് അസംബിൾ ചെയ്യാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിൻ പാർട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം തന്നെ ഫിക്സ് ചെയ്യാനുള്ളത് ഇതിൻ്റെ പിറകുവശത്ത് കുട്ടികൾക്ക് ചാരി ഇരിക്കുന്നതിനുള്ള ഈ ഒരു പോർഷനാണ്. അപ്പോൾ ഇത് അസംബിൾ ചെയ്യാനൊന്നുമില്ല. ഇത് നമ്മൾ ജസ്റ്റ് ഈ ഒരു പാക്കറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് ജസ്റ്റ് അതിലേക്ക് പ്ലേസ് ചെയ്യേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കളർ കോംബോയാണ്. എനിക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു ബ്ലൂ കളർ ഉണ്ട്, അതുപോലെ തന്നെ ഒരു എന്താ പറയുക ലൈറ്റ് ഗ്രീൻ കളർ ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് സ്റ്റിക്കർ വർക്ക്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളർ വളരെ ഇഷ്ടപ്പെട്ടു. മാത്രമല്ല ഈ ഒരു വണ്ടിയുടെ എല്ലാ വശത്തും ഇതേപോലെ ലൈറ്റ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ബാറ്ററി ഒക്കെ കൊടുക്കുമ്പോൾ അത് ഫംഗ്ഷൻ ആവും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ഭാഗത്ത് ഈ ഒരു എന്താ പറയുക ഇരിക്കുമ്പം ഒരു പുഷ് ബാക്ക് കിട്ടുന്നതിനായിട്ട് ഇത് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ വീലാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഇത് നമ്മൾ ഫ്രണ്ടിൽ ഫിക്സ് ചെയ്യുന്ന ഒരു വീലാണ്. ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഈ ഒരു പോർഷനിലാണ് ഈ ഒരു വീല് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകുന്നത്. ഇവിടെയാണ് ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നമുക്ക് ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ 2 വീലുള്ളതും കിട്ടും, 3 വീലുള്ളതും കിട്ടും. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് 3 വീലുള്ളതാണ്. കാരണം 2 വീലാകുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് കുട്ടികൾ ഇതിൽ നിന്ന് തെന്നി മറിഞ്ഞ് വീഴുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു 3 വീലുള്ള വണ്ടി തന്നെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഈ കവറൊന്ന് ഓപ്പൺ ചെയ്തുകൊണ്ട് ആദ്യം വീലൊന്ന് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളിതിൽ ഫ്രണ്ട് വീൽ ഫിക്സ് ചെയ്യുന്നതിനായിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു നട്ട് നമ്മൾ റിമൂവ് ചെയ്തെടുക്കണം. ഇത് നമ്മൾ ഇതേപോലെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു പോർഷൻ കൂടെ നമ്മൾ റിമൂവ് ചെയ്യുക. ഇപ്പോൾ ഇത് രണ്ടും നമ്മൾ റിമൂവ് ചെയ്തതിന് ശേഷം ഇത് സെപ്പറേറ്റ് വെക്കുക. സെപ്പറേറ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഈ ഒരു വീൽ ഇതേപോലെ ഇൻസെർട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇത് നമ്മൾ ഈ ഒരു ഹോളിലൂടെ ഇത് ഇൻസേർട്ട് ചെയ്തു. ഇത് ഓൾമോസ്റ്റ് ഇത്തരത്തിൽ മുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ വീല് ഇതേപോലെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീല് ഫിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അഴിച്ചെടുത്ത ഈ ഒരു സ്ക്രൂ ഇല്ല, അത് നമ്മൾ ഇവിടേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സ്ക്രൂ നമ്മൾ ഇതേപോലെ ഇവിടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിലേക്കാണ് കുറച്ച് പിന്നെ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ അതിൽ ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്കൊന്ന് ഫിക്സ് ചെയ്യാം. ഈ ഒരു സ്റ്റിയറിങ്ങിൻ്റെ പാക്കറ്റിലാണ് നമുക്ക് ബാക്കി പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നത്. അപ്പോൾ ഇതിൽ ആവശ്യമായ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്റ്റിയറിങ്ങിലേക്കാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിൽ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെയൊരു പാർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഈ ഒരു സ്റ്റിയറിംഗ് അയച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ 2 ബാറ്ററി ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പാനസോണിക്കിൻ്റെ 2 നല്ല ബാറ്ററി അവർ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബ്രേക്ക് ചെയ്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ നമുക്ക് 2 ഭാഗത്ത് ബാറ്ററി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ ഒന്നാമതായിട്ട് നമ്മൾ ഈ ഒരു ഏരിയയിലാണ് ഈ ഒരു 2 ബാറ്ററി കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളങ്ങനെ സ്റ്റിയറിങ്ങിലേക്ക് ആവശ്യമായ ഈ ഒരു ബാറ്ററി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മളൊരു നട്ട് ഇട്ട് കൊടുക്കണം. അതിട്ട് കൊടുത്താൽ ഇതിലേക്കുള്ള ബാറ്ററി സെറ്റിങ്സ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ റിമൂവ് ചെയ്തതാണ്. ബാറ്ററി ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിയറിംഗ് ഇതിലേക്ക് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് നേരത്തെ നമ്മൾ ഇത് റിമൂവ് ചെയ്തെടുത്തതാണ്. അത് നമ്മൾ ഇതിലേക്കൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിയറിംഗ് ഇതിലേക്ക് ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ നമുക്കൊരു ഇതേപോലെ ഒരു പോയിന്റ് കാണാനായിട്ട് സാധിക്കും. അവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അത് നമ്മൾ ഇതേപോലെ അഴിച്ചെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഒരു ബാറ്ററി ഫിക്സ് ചെയ്യേണ്ടതുണ്ട്. ഇത് അതിൻ്റെ കൂടെ വരുന്ന മറ്റൊരു ബാറ്ററിയാണ്. ഇത് നമ്മൾ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇത് ഈ ഒരു ജോയിൻറ്റിലേക്ക് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. നമ്മളിതൊന്ന് കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ ഇതേപോലെ കറക്റ്റ് പ്ലേസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ കേബിളൊക്കെ ഒന്ന് നല്ലപോലെ ഇതിനുള്ളിൽ വെച്ച് കൊടുത്ത ശേഷം ഒന്ന് ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ബാറ്ററി അതേപോലെ തന്നെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളത് പ്രോപ്പറായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് നട്ടിട്ട് കൊടുത്ത് ടൈറ്റ് ആക്കിയാൽ മതി. ബേസിക്കലി ഈ ഒരു ബാറ്ററി നമ്മൾ കൊടുക്കുന്നത് ഈ ഒരു 4 വശത്ത് കാണുന്ന ലൈറ്റിനും അതുപോലെ തന്നെ ഒരു മ്യൂസിക്കും വരും. ഓൾറെഡി ഈ ഒരു സ്റ്റിയറിങ്ങിലൊരു മ്യൂസിക് വരുന്നുണ്ട്. എന്നാലും നമുക്ക് ഇതിൽ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു മ്യൂസിക് കിട്ടുന്നുണ്ട്. ഞാൻ പ്രസ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ ഇപ്പം? അപ്പോൾ അത് നമ്മൾ ബട്ടൺ പ്രസ് ചെയ്താൽ ആ ഒരു മ്യൂസിക് ഓൺ ആവും. അതേപോലെ തന്നെ ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് നമുക്കിത് ഓഫും ചെയ്യാം. കണ്ടില്ലേ? അപ്പോൾ അതാണ് ഇതിൻ്റെ ഫംഗ്ഷൻ. അപ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ബാറ്ററിയാണ് അതിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൽ സ്റ്റിയറിങ്ങിൽ നമുക്കൊരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂസിക് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ നമുക്ക് ഇതേപോലെ നമ്മൾ ഇത് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സ്റ്റിയറിങ് ഇതേപോലെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ സ്റ്റിയറിങ് കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നേരത്തെ നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു നട്ടുണ്ട്. ഈ ഒരു നട്ടും അതുപോലെ തന്നെ ബോൾട്ടും അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഗൈസ് ഇതാണ് ഇതിൻ്റെ പിറകിലെ വീല് വരുന്നത്. ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ ഇതേപോലെ ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു 4 നട്ട് ഇതേപോലെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ ഈ പുറകിലെ വീല് ഫിക്സ് ചെയ്തിട്ടുണ്ട്. സിമ്പിളാണ്. ഈ ഒരു നട്ട് ഇതേപോലെ ഊരിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് പ്ലേസ് ചെയ്തുകൊണ്ട് 4 നട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ 2 വീലും പ്രോപ്പറായിട്ട് ഇതിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഈ ഒരു സ്റ്റിയറിങ്ങിലേക്ക് ആവശ്യമായ ഫൈനൽ പിന്നെന്താ പറയുക വർക്കൂടെ നമ്മൾ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഗൈസ് ഫൈനലി നമ്മൾ ഇതിലേക്ക് ഈ ഒരു സ്റ്റിയറിംഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മൾ ഈ ഒരു വീൽ ഇതേപോലെ ഇതിലേക്ക് കയറ്റിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ഒരു പാർട്ട് ഇതിനുള്ളിൽ നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് വന്നാൽ കാണാൻ പറ്റും ഇതിനുള്ളിൽ ഒരു നെട്ടിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഫൈനലി നമുക്കിതിൽ ഇങ്ങനെ ഒരു പാർട്ട് കൂടെ വരുന്നുണ്ട്. ഇതിന് മുകളിൽ നമ്മൾ ഇതേപോലെ പ്രസ് ചെയ്ത് കണക്ട് ചെയ്താൽ മതി. അതോടുകൂടി ഇതിൻ്റെ അസംബ്ലിങ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആകും. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. 4 ഭാഗത്തും പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം അത് പെർഫെക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാജിക് കാർ നമ്മൾ പ്രോപ്പറായിട്ട് അസംബിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് റൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ നമുക്ക് മ്യൂസിക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ബട്ടണിൽ നമുക്ക് ഇത് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ടോയ് ആണ്. മാത്രമല്ല വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ടോയ് ആണ്. പിന്നെ ഇതിൻ്റെ വീലൊക്കെ വളരെ എന്താ പറയുക സ്ട്രോങ് ആണ്. പിന്നെ ഇത് 3 വീല് വരുന്നതുകൊണ്ട് വളരെ സേഫ്റ്റി നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ പിന്നെ മുതിർന്ന ആളുകൾ ഇരുന്നാലും വലിയ രീതിയിൽ ഡാമേജ് ഒന്നും ഇതിൽ വരാൻ പോകുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ കുട്ടികൾക്ക് ഇത്തരത്തിലൊരു ടോയ് വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇത് വൺ ഓഫ് ദി ബെസ്റ്റ് ടോയ് ആണ്. അപ്പോൾ ഇത് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും വാങ്ങിക്കാം. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്കിത് പർച്ചേസ് ചെയ്യാം. അറൗണ്ട് 2200 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സീറ്റ് വരുന്നത്. പിന്നെ ഇത് ചാരിയിരിക്കുന്നതിനുള്ളൊരു സംവിധാനമാണ്. പിന്നെ കുട്ടികളുടെ ലെഗ് വരുന്നത് ഇവിടെയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ ഒരു ലെഗിൻ്റെ സിമ്പിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് വശത്തായിട്ട് ഇത്തരത്തിലുള്ള കുറച്ച് വർക്ക് വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്കൊരു ലൈറ്റ് കിട്ടുന്നുണ്ട്. നമ്മൾ സ്റ്റിയറിംഗിലുള്ള ഈ ഒരു മ്യൂസിക് പ്രസ് ചെയ്യുമ്പോൾ ഈ ഒരു ലൈറ്റ് വർക്ക് ചെയ്യും. പിന്നെ നേരത്തെ പറഞ്ഞ ഈ ഒരു സെൻട്രൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ഇതിൻ്റെ എല്ലാ വശത്തും ലൈറ്റ് വരും. പിന്നെ ഓവറോൾ ഇതിൻ്റെ എന്താ പറയുക അടിഭാഗം വരുന്നത് ഈ ഒരു മെത്തേഡിലാണ്. ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ട് വീലാണ് ഇതിന് കംപ്ലീറ്റ് ആയിട്ടുള്ള കൺട്രോൾ മൂവ് ഒക്കെ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ മണിക്കൊരു വാല്യൂ ഉള്ള ഒരു ടോയ് ആണ് ഈ പ്രൊഡക്റ്റ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും ടോയ് ഒക്കെ കുട്ടികൾക്ക് വാങ്ങിക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇത് കൺസിഡർ ചെയ്യാവുന്ന ഒരു മികച്ച ടോയ് ആണ്. അപ്പോൾ ഈ ഒരു അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ.